എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫാഷൻ ഓൺടർപ്രണർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒരു 5 സ്കില്ലാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലുകളാണ്. നമുക്ക് ഈ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇത് അത്യാവശ്യമായിട്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, അതായത് നമുക്ക് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനും പുതിയ പുതിയ ഡിസൈനുകൾ കൊണ്ടുവരാനും പുതിയ മെറ്റീരിയലുകളിൽ പരീക്ഷിക്കുവാനും ഒക്കെ നമ്മളൊരു ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലീവ്സ്, പുതിയ നാച്ചുറൽ ആയിട്ടുള്ള ലീവ്സും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ ഡിസൈനുകൾ കൊടുക്കാറുണ്ട്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു സത്ത് ഡ്രസ്സിൽ പതിപ്പിച്ചിട്ട് അങ്ങനെ ആ ഒരു ഡൈ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പുതിയ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ നടത്തുക. അതൊക്കെ ഒരുപാട് മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റമാണ്. സോ അങ്ങനെയുള്ള പുതിയ പുതിയ ഇന്നോവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, പുതിയ തരം മെറ്റീരിയലുകൾ പരീക്ഷിക്കുക. ഇതെല്ലാം നമ്മളൊരു ജേണലായിട്ട് എഴുതി വെക്കുക മീൻസ് അത് ഒരു ജേണലായിട്ട് കീപ്പ് ചെയ്യുക. പുതിയ പുതിയ വർക്കുകൾ നമ്മൾ ചെയ്തതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം ഒരു ജേണലായിട്ട് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഫിനാൻസ് മാനേജ്മെന്റ് എല്ലാം അറിഞ്ഞിരിക്കണം. കോസ്റ്റ് അനാലിസിസ് അറിഞ്ഞിരിക്കണം, ഇൻവെന്ററി മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം, പ്രോഫിറ്റ് അനാലിസിസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ എത്ര മികച്ചതായിട്ട് നമ്മൾ വിപണിയിൽ ഇറക്കിയാലും അതിനൊരു ലാഭം നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടോ, അതിനകത്ത് നമുക്കത് ഒരു പ്രോഫിറ്റ് മാർജിൻ ഉള്ള പ്രോഡക്റ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കുക. ഈ ഒരു അനാലിസിസ് എല്ലാം നടത്താനായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്താനായിട്ടും ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് മാനേജ് ചെയ്യാനായിട്ടും കേപ്പബിൾ ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ആണ്. ഇപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡിജിറ്റൽ വേൾഡിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പിൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എല്ലായിടത്തും നമുക്ക് നമ്മുടെ വിസിബിലിറ്റി കൂട്ടാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഒരു സ്കില്ലാണ്. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സ്കില്ലാണ്. അതായത് എപ്പോഴും നമ്മൾ നിലവിലുള്ള ഒരു കസ്റ്റമറെ അതിനെ റീറ്റെയിൻ ചെയ്യാനും പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് നമുക്ക് ഒരുപാട് വിസിബിലിറ്റി കൂട്ടിക്കൊണ്ട് ഒരുപാട് കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ എത്തിക്കുവാനും സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു അഞ്ചാമത്തെ സ്കില്ലായിട്ട് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്. നമ്മളിപ്പോൾ നിലവിൽ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഇന്നോവേഷൻസ് നടത്തുന്ന ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, ടെക്നോളജിയും ടെക്നിക്സും എല്ലാം അഡാപ്റ്റ് ചെയ്യാനും അത് നമ്മളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡിസൈനിങ്ങിന്റെ പാർട്ടിലാണെങ്കിലും AI ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഡിസൈനിങ് രീതികൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ബിസിനസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഓരോന്നും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. സോ ഇത്രയും 5 സ്കില്ലുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ, ടേക്ക് കെയർ.